രാവിലത്തെ കാപ്പിയുടെ സ്പെഷ്യൽ ഇതാണ് കട്ടൻ ചായ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസായ പൊന്മുടിയാണ്. ഞാനിവിടെ ബൈക്കിലാണ് വന്നതെങ്കിലും കറക്റ്റ് ഒരു 7:30 ആയപ്പോൾ ഞാനിവിടെ എത്തി. പക്ഷേ 8 മണിക്ക് ശേഷമേ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കടത്തി വിടത്തുള്ളൂ. അപ്പം നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൗണ്ടർ ടിക്കറ്റ് ഉണ്ട്, അതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക. ബൈക്കാണെങ്കിലും ശരി, അതേപോലെ നമ്മളെ കാറാണെങ്കിലും അതിനുള്ള ചാർജിങ് എല്ലാം അവർ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അത് അടച്ചതിന് ശേഷമേ അവരകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു ഫാൾസ് അവിടെ കാണാം. അപ്പോൾ ഞാൻ വലിയൊരു പ്രതീക്ഷയോടെയാണ് അവിടെ പോയതെങ്കിലും ഒഴുക്ക് കുറവായിരുന്നു തന്നെ പറയാം. അപ്പം നമ്മളിനി കുറച്ചുകൂടി മേളോട്ടൊക്കെ പോകുമ്പം കറക്റ്റ് നമുക്ക് ഒഴുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഞാൻ ഇന്നലെ തന്നെ വരുന്നതിന് മുമ്പേ ഇന്നലെ ഫുള്ളും മഴയായിരുന്നു. അപ്പം നമുക്ക് നോക്കാം മേളിൽ പോകുമ്പം. അപ്പോൾ ഞാൻ ആദ്യമേ വന്ന സമയത്ത് ആൾക്കാരൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ അതിനുശേഷം നല്ലൊരു തിരക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തുറക്കാൻ വേണ്ടി. ഒടുവിൽ അങ്ങനെ നമ്മൾ അതിനകത്തോട്ടും കടന്നിട്ടുണ്ട്. 8:05 കഴിഞ്ഞ് ഇവർ ചെക്ക് പോസ്റ്റ് തുറക്കാൻ തന്നെ നമ്മൾ ആ ഒരു പൊന്മുടി പോകുന്ന വരെ തന്നെ നമ്മൾ ഏറ്റവും നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ പോകുന്ന വഴി തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ, തീർച്ചയായിട്ടും നല്ല വ്യൂസും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് നിർത്തിയുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ തന്നെ നേരെ പോയി. അപ്പോൾ നമ്മൾ ഈ പൊന്മുടി എത്തുന്നത് വരെ കറക്റ്റ് മൊത്തം 22 വളവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഫുള്ളും നമ്മളത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം കൂടുതലും കയറ്റമൊക്കെയാണ് വരുന്നത് തന്നെ. മൊത്തം ഹിൽസ് ഏരിയയാണ് വരുന്നത്. അതോടൊപ്പം നമുക്ക് നല്ലൊരു വ്യൂവും കാര്യങ്ങളെല്ലാം അപ്പോൾ പൊന്മുടി പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടിയിലോട്ട് എത്താറാകുമ്പോൾ തന്നെ ആ ഭാഗത്ത് കുറേ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ കടകളും ഏതാണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുറക്കത്തെ ഉള്ളതായിരിക്കാം. അപ്പം അതിനകത്ത് ഒരു കുറച്ച് കടകൾ മാത്രം തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ അവിടെ നിന്ന് നിൽക്കാൻ പോയില്ല. നേരെ നമ്മൾ പൊന്മുടിയുടെ ഏറ്റവും ടോപ്പ് വ്യൂ കാണാൻ വേണ്ടി നമ്മൾ നേരെ വിട്ടാണ്. അപ്പോൾ വരുന്ന എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വെച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തേയിലത്തോട്ടവും ഉണ്ട്, ശ്രദ്ധിക്കുക. വ്യൂ കാര്യമൊക്കെ നല്ല തന്നെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ KSRTC ബസ്സും അവൈലബിൾ ആണ്. ബസ്സിൽ വരാവുന്നവർക്ക് ബസ്സിലും വരാം. അങ്ങനെ നമ്മൾ പൊന്മുടി നമ്മൾ റീച്ചായി. അപ്പോൾ നമ്മൾ വണ്ടി വരുന്നവർക്ക് ഒരു സൈഡാണ്, നമുക്ക് ഈ ഒരു സൈഡ് ഫുൾ നമുക്ക് വണ്ടി 2 വീലർ പാർക്ക് ചെയ്യാം. പിന്നെ കാറും ട്രാവലർ അതേപോലെ ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നവർക്ക് അതിന് അങ്ങോട്ട് മറു സൈഡാണ്. അപ്പോൾ അവിടെ നമുക്ക് നിർത്താനുള്ള എല്ലാ സ്പേസും ഉണ്ട്. അപ്പം ഇവിടെ നിർത്തിയിട്ട് ബാക്കി നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ നമ്മളും പൊന്മുടിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വണ്ടിയെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ തന്നെ ഫുൾ ഹിൽസ് ഏരിയ ആണ്. നമ്മളിവിടുന്ന് അകത്തോട്ട് കാണുമ്പോൾ തന്നെ നല്ല വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതേപോലെ ഞാൻ കുറച്ചും കൂടി ക്ലൈമറ്റ്, അതായത് കുറച്ചും കൂടി മഴ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മഞ്ഞ് മൂടിയ സ്ഥലവും കാര്യങ്ങളെല്ലാം നല്ലപോലെ കാണാം. പക്ഷേ അത് ഇപ്പോൾ ഒരു സീസൺ അല്ലാന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പം തന്നെ നമ്മൾ പൊതുവെ പറഞ്ഞ പോലെ കടകളൊന്നും വലുതായിട്ട് തുറന്നില്ല. അപ്പം ആൾക്കാരും കുറവായിരുന്നു എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇരുന്നെങ്കിലും നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കയറി നമ്മളെല്ലാ വ്യൂവും കണ്ട് ഫോട്ടോ വീഡിയോ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു പൊന്മുടി വരുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത് പോലും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞെങ്കിലും നമുക്കതനുസരിച്ച് എല്ലാം അനുകൂലമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനുള്ള വെയിൽ ഫുള്ളും ഇല്ലായിരുന്നു. ഞങ്ങൾ അതിന് ഏകദേശം ഒരു വെളുപ്പിനാണ് ഇറങ്ങിയെങ്കിലും നമുക്ക് അവിടുന്ന് 8 മണിക്കാണ് അലൗഡ് അകത്തോട്ട് വന്നത്. അപ്പം നമുക്ക് വലിയ വെയിലും ഇല്ലായിരുന്നു, അതുപോലെ നല്ല തണുത്ത് കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന വഴികളെല്ലാം ചെറിയ ചെറിയ അട്ടകൾ ഉണ്ട്. ഞാനും എൻ്റെ അനിയനും കാലിലും കയ്യിലും എല്ലാം അട്ട ഉണ്ടായിരുന്നു. അത് ഇളക്കി കളയാൻ തന്നെ ഒരു സത്യം പറഞ്ഞ ഒരു പെട്ട്. അപ്പം നിങ്ങൾ എന്തൊക്കെയായാലും ഇങ്ങനത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഹിൽസ് ഏരിയ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതി വെക്കുക. അഥവാ ജീപ്പ് വർക്കായില്ലെങ്കിൽ പിന്നെ റിസ്ക്കാണ്. അതുകൊണ്ട് ദയവേത് നിങ്ങൾ വരുന്നവർ എങ്ങനെയാലും കുറച്ച് പൈസ കയ്യിൽ കരുതി വെക്കുക. ഞാനും ഓൾമോസ്റ്റ് രണ്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് തന്നെ. അപ്പം എന്തൊക്കെയായാലും നല്ല വ്യൂ ഞാനും കണ്ട് തൃപ്തനാണ്. അപ്പം നിങ്ങൾക്കും വന്ന് നല്ല വ്യൂ കാണാം. പക്ഷേ ഇപ്പോൾ ഒരു സീസൺ അല്ലെങ്കിലും നമുക്ക് വ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ തന്നെ കിട്ടി. അപ്പം ഒരു രക്ഷയില്ല. രാവിലത്തെ കാപ്പിയുടെ സ്പെഷ്യൽ ഇതാണ് കട്ടൻ ചായ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പം കാപ്പി കഴിക്കാൻ വന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടലുണ്ട്. പക്ഷേ അതിനകത്ത് മെനുവിൽ ചിക്കൻ കറി അതെല്ലാം കാണിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കിട്ടത്തില്ല. എന്താ എൻ്റെ പേര്? ബ്ലഡ് ഓംപ്ലേറ്റും കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കോഫി. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇനി ഉച്ച കഴിഞ്ഞ് കാണത്തുള്ളൂ. അപ്പം അതിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് വ്യൂ ഞാൻ കാണിച്ചു തരാം. ചെറിയ തോട്ടം എല്ലാവരും കഴിക്കാൻ പോവാ. പിന്നെ അപ്പോൾ നമ്മൾ അടുത്തന്നെ പോകാൻ പോകുന്നത് മീൻമുട്ടി വാട്ടർഫാൾസാണ്. അപ്പോൾ അവിടെ ക്യാഷ് ഒന്നും എടുക്കത്തില്ല, ശ്രദ്ധിച്ചോണം. GPay അതെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. മീൻമുട്ടി അങ്ങനെ നമ്മൾ മീൻമുട്ടി 1 കിലോമീറ്റർ നടന്ന് പോകണം. ഇതുവരെ 10 മീറ്റർ ഞങ്ങൾ നടന്നുള്ളൂ, ഇനിയും കിടപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ഫാൾസാണ്. അവിടെ ആ സൈഡ് നമ്മൾ കയറുന്ന സൈഡിൽ തന്നെ ഫാമിലീസിനാണ്. പിന്നെ നമുക്ക് അല്ലാതെ സെപ്പറേറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളിലോട്ട് 1 കിലോമീറ്ററിൽ നടന്നു പോകണം. അങ്ങനെ നമ്മൾ കാടുകളിലൂടെ നടന്നു പോവുകയാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാൾസും ഉണ്ട് കേട്ടോ. അവിടെ അപ്പോൾ നമ്മൾ വിചാരിക്കാൻ ചെറിയൊരു ഫാൾസേ ഉള്ളൂ. നമുക്ക് നല്ല കിടില ഫാൾസ് ആണെങ്കിൽ ഇവിടെ നിന്ന് 1 കിലോമീറ്ററെങ്കിലും നടക്കണം. നമുക്ക് നോക്കാം ഇത് എത്തിച്ചേരുന്നത്. ഇവിടെ ആൾക്കാരുണ്ട്. എന്നിട്ടല്ലേ പിക്ക് എടുക്കുന്നത് എല്ലാവരും. ഇനി നമ്മൾ 800 മീറ്റർ കൂടി നടക്കണം. 200 മീറ്റർ നടന്നിട്ടുണ്ട്. വീണ്ടും ഒരു കയറ്റമാണ്. എങ്ങാലും ഇവിടെ സ്ഥിരം ട്രിവാൻഡ്രം ആൾക്കാർ വരുന്നുണ്ട്, അവർക്കെല്ലാവർക്കും അറിയാം കറക്റ്റായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് ഈ വരുന്നത് തന്നെ. അപ്പം നല്ല നമ്മൾ നോക്കി നടന്നേ തെന്നി അടിച്ച് വീഴും. നമ്മൾ വീണ്ടും കാട്ടിനുള്ളിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. മീറ്റർ വെള്ളച്ചാട്ടത്തിൽ എൻ്റെ അമ്മ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് നോക്കി ഇത് പെട്ടെന്ന് കയറി വരുന്നത് ശ്രദ്ധിക്കണേ. ഇത് എന്നി വീഴാതിരിക്കണമെങ്കിൽ നോക്കി തന്നെ നടന്നു വരണം. അയ്യോ, നല്ലൊരു കയറ്റം കേട്ടോ. അതാ കാണിച്ചു തരാം. നോക്കി നടക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ മൃഗങ്ങളൊന്നും കണ്ടില്ല.
കാണുന്നുണ്ട്. അയ്യോ, അറിയാത്തവര് ദയവ് ചെയ്ത് നല്ല നല്ല ഓഫ് റോഡാണെന്ന് പറഞ്ഞിരിക്കരുത്. നടക്കണ്ടായിരുന്നു, വെള്ളത്തിന് മുമ്പിൽ വരെ വണ്ടി പോയി. വെള്ളം കഴിച്ചോ? അയ്യോ, കണ്ട അങ്ങനെ വീണ്ടും അങ്ങനെ നമ്മളിതാ വീണ്ടും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാട്ടർഫാൾസ് കാണാൻ. വെള്ളം കുടിയാന്നിട്ട് വാട്ടർ നിങ്ങൾക്ക് അവിടെ നിന്ന് നടന്നു വരികയാണെങ്കിൽ ഏകദേശം ഒരു കുറച്ച് അവിടെ ഇരിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലം കുറവാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇനി എത്രടാ, 700 അല്ലല്ല, 600 കേട്ടോ. 100 മീറ്റർ നടന്നു. മൊത്തം 300 മീറ്റർ നടന്ന് ഇനി ബാലൻസ് ഒരു 700 മീറ്റർ ആണ്. 700. ഇവിടെ വരുന്നവരുടെ ഓർമ്മയ്ക്ക് ആരുടെങ്കിലും പേര് വേണമെങ്കിൽ, ആരുടെ പേരല്ല, നമ്മളെ പേര് വേണമെങ്കിൽ ഇവിടെ എഴുതിയിടാം കേട്ടോ. ഇനിയുണ്ടല്ലേ? ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ആ വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട് എത്താറായി. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇതാണ് ഒരു വഴി. പിന്നെ ഇവിടെ ഇറങ്ങി കാണാം. ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ്. വന്നത് വെറുതെ ആയില്ല. അപ്പോൾ ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല, ആ ഒരു സീനേ ഉള്ളു. കുളിക്കണമെങ്കിൽ താഴെ പോയി കുളിച്ചാൽ മതി. നല്ലൊരു വ്യൂ ആണ്, ഒരു രക്ഷയല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയാലും താഴെ വന്ന് കുളിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയമാകുമ്പോൾ നല്ലൊരു കിടിലും മഴയും പെയ്ത്. അതോടൊപ്പം ഞങ്ങളൊരു കോട്ടും കൈ വെച്ചുകൊണ്ട് വലുതായിട്ട് നനഞ്ഞില്ല. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. താങ്ക്